യുദ്ധത്തിലൂടെ അധർമ്മികളെ വധിക്കുന്നതിലൂടെ അവർക്ക് ധർമ്മമാർഗ്ഗത്തിലേക്ക് തിരിച്ചുവരുവാനുള്ള അവസരമല്ലേ നാം നിഷേധിക്കുന്നത്? മഹാഭാരത യുദ്ധത്തിനിടയിലെ അർജുനന്റെ ഈ ചോദ്യത്തോട് കൃഷ്ണൻ മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്: നിന്റെ ശത്രുക്കൾ ധർമ്മത്തിന്റെ മര്യാദകളെല്ലാം ലംഘിച്ചു കഴിഞ്ഞിരിക്കുന്നു പാർത്ഥ. അധർമ്മം അവരുടെ സ്വഭാവമായി മാറിയിരിക്കുകയാണ്. അവരുടെ ഉന്നതി ഇനി സാധ്യമാകുന്ന കാര്യമല്ല. അപരാധികൾക്ക് ഒരു പരിധിവരെ മാത്രമേ തെറ്റുകൾ തിരുത്തുവാനുള്ള അവസരം പ്രദാനം ചെയ്യുകയുള്ളൂ. നാം അന്ത്യം വരെ ശിശുപാലന്റെ 99 അപരാധങ്ങളും ക്ഷമിക്കുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ 100 അപരാധങ്ങൾ ചെയ്തതിനുശേഷം അവന് ശിക്ഷ നൽകേണ്ടതിന്റെ ആവശ്യകതയുണ്ടായി. അപരാധികളെ കൂടുതൽ അപരാധം പ്രവർത്തിക്കുവാൻ അനുവദിക്കുകയാണെങ്കിൽ അവന്റെ പതനം ആ അപരാധത്തേക്കാൾ എത്രയോ വലുതായിരിക്കും. അവനെ അധർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് തന്നെ കരുണയാണ് ധനജ്ഞയ. ഈ ആത്മാക്കൾ ഒന്നും തന്നെ മൃത്യുവരിക്കുന്നതല്ല. അധർമ്മത്താൽ ദുഷിച്ച ശരീരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ ശരീരം സ്വീകരിക്കുന്നതായിരിക്കും. ആ പുതിയ ശരീരത്തിൽ പുരോഗതിക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. ഈ ചിന്തയോടുകൂടി ഇനി നീ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അത് ഉചിതമായിരിക്കും. മനുഷ്യന് അവന്റെ ശരീരം അവന്റെ സമ്പത്തുമായിരിക്കും, അവന്റെ സംസ്കാരവുമായിരിക്കും. ധർമ്മത്തിന്റെ മാർഗ്ഗത്തിലൂടെ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അവരുടെ സ്വന്തം ശരീരത്തെ ശുദ്ധീകരിക്കുന്നു. ആ ശരീരത്തിന്റെ മാധ്യമത്തിലൂടെ മനുഷ്യൻ ആത്മസാക്ഷാത്കാരവും സാധ്യമാക്കുന്നു. ഇതിനെയാണ് ധരിത്രി പരമാത്മബന്ധം എന്ന് ഏവരും പറയുന്നത്. തന്റെ ശരീരം ഈ ധരിത്രിയുടെ ചെറിയ കഷ്ണമാണെന്ന് മനുഷ്യൻ തിരിച്ചറിയുമ്പോൾ, അതായത് കേവലം ഒരുപിടി മണ്ണാണെന്നറിയുമ്പോൾ, ആ ശരീരത്തിൽ വസിക്കുന്നവനും ആ ശരീരത്തെ മനസ്സിലാക്കുന്നവനും പരമാത്മാവാണെന്ന സത്യമറിയുമ്പോൾ, അവൻ ആ ശരീരത്തിന്റെ മാധ്യമത്തിലൂടെ അവന്റെ പ്രാഗൽഭ്യം സുദൃഢമാക്കുന്നതാണ്. ആത്മാവ് ശരീരത്തിൽ വസിച്ചുകൊണ്ട് 3 ഗുണത്തെയും തുലനം ചെയ്യുന്നു. തമോഗുണത്തെ കുറച്ചുകൊണ്ട് സാത്വിക ഗുണത്തെ വർദ്ധിപ്പിക്കുവാൻ പ്രയത്നിക്കുന്നു. ഈശ്വരനോട് അതിയായ ഭക്തിയുണ്ടാവുകയും പരമാത്മാവുമായി ലയിച്ചുചേരുകയും ചെയ്യുന്നു.